ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഒരു പ്രോബ്ലം. ചോദ്യം പറയുന്നത് എന്താ വെച്ചാൽ ഇത് EMF E0 ഈക്വൽ ടു 141.4 സൈൻ 377 t പ്ലസ് 30 ഡിഗ്രി ഇംപ്രസ്ഡ് ഓൺ ഇംപിഡൻസ് കോയിൽ ഹാവിംഗ് റെസിസ്റ്റൻസ് 4 ഓം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 1.25 measured at 25 Hz. What is the equation of current and sketch current E0, EL, voltage across resistor. അപ്പോൾ നമുക്ക് ഗിവൺ തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം എഴുതാം. തന്നിരിക്കുന്ന വാല്യൂവിൽ E0 എന്ന് പറഞ്ഞാൽ 141.4 സൈൻ 377 t പ്ലസ് 30 ഡിഗ്രി. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് VM സൈൻ ഒമേഗ ടി. VM സൈൻ ഒമേഗ ടിയിൽ ആ ഒമേഗക്ക് തുല്യമായി കിടക്കുന്നത് 377, അതായത് 2πf ഈക്വൽ ടു 377 റേഡിയൻസ് പെർ സെക്കൻഡ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 377 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഹെർട്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഹെർട്സ് ആണ് കിട്ടിയ വാല്യൂ. അടുത്തതായിട്ട് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത് എത്രയാണ്? ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞാൽ 1.25 അറ്റ് 50 ഹെർട്സ്. അപ്പോൾ L കണ്ടുപിടിക്കാം. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.25 ഡിവൈഡഡ് ബൈ 1.25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഹെർട്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് 0.008 ഹെൻറി. കോയിൽ ഓഫ് ദ റിയാക്ടൻസ് എക്സ് അറ്റ് 60 ഹെർട്സിലേക്ക് മാറ്റാൻ 2πf ഇൻറ്റു L 2 ഇൻറ്റു 3.14 ഇൻറ്റു 60 ഇൻറ്റു നേരത്തെ കിട്ടിയ 0.008, ദാറ്റ് ഈസ് 3 ഓം. അപ്പം 25 ഹെർട്സിൽ നിന്ന് 60 ഹെർട്സിലേക്ക് റിയാക്ടൻസിനെ നമ്മൾ മാറ്റി. ദെൻ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ √R² പ്ലസ് തെറ്റാണ് അല്ലേ, R² പ്ലസ് R² പ്ലസ് X² ആണ്. ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ 16 പ്ലസ് 9 25. 25ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ 5 ഓം ആണ് കോയിലിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ആംഗിൾ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 36.5 ഡിഗ്രി. 36.5 ഡിഗ്രി ഇൻഡക്റ്റീവ് ആയതുകൊണ്ട് ദ സർക്യൂട്ട് ലാഗ് ബിഹൈൻഡ് അപ്ലൈ വോൾട്ടേജ് ബൈ 36.9 36.5. ദാറ്റ് ഈസ് I ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി പ്ലസ് 5. IM എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 141.4 വോൾട്ടേജ്, അതേ ഡിവൈഡഡ് ബൈ 5 ഓം. 5 ഓം സൈൻ ഒമേഗ ടി. 5 ഓം എന്ന് പറഞ്ഞാൽ ഈ ഇമ്പിഡൻസ് ആണ്. സൈൻ 377 പ്ലസ് 30 മൈനസ് 36.5. എവിടെ നിന്നാണ് 30 ഡിഗ്രി കിട്ടിയത്? ഈ 30 ഡിഗ്രിയാണ് ഈ 30 ഡിഗ്രി. മൈനസ് 36.5. എവിടെ നിന്നാണ് മൈനസ് വന്നത്? ലാഗ് ആയതുകൊണ്ടാണ് മൈനസ് എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത്. സോ I ഈക്വൽ ടു 28.3 സൈൻ 377 t മൈനസ് 65. 30ൽ നിന്ന് 36.5 കുറച്ചാൽ 6.5 ഡിഗ്രി. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് സീരീസിലേക്ക് മൊത്തം വരുന്നതാണ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് R റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R ആണ്. I എന്ന് പറയുന്നത് 28.3 ഇൻറ്റു R എന്ന് പറയുന്നത് 4 ഓം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
28.4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാൻ പോകുന്ന വാല്യൂ 3 × 4 12 ശിഷ്ട 1 പിന്നെ 4 113 സൈൻ ഒമേഗ സൈൻ 377t മൈനസ് 6.5 വേവ് ഫോം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് ലീഡ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി വോൾട്ടേജ് ഡ്രോപ്പ് ആയതുകൊണ്ടാണ്. ദെൻ ഇ എൽ ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് എൽ. എക്സ് എൽ എന്ന് പറയുന്നത് 3 ഓം, 28.3 ഐ എം, അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 54.9 സൈൻ 377t മൈനസ് 6.5 പ്ലസ് 90 ഡിഗ്രി, ദാറ്റ് ഈസ് 54.9 സൈൻ 377t മൈനസ് 85.5 പ്ലസ് 90 ഇടാനുള്ള കാരണം ലീഡിങ് ഫാക്ടർ ആയതുകൊണ്ടാണ്. ദെൻ അടുത്തത് ആ വാല്യൂസ് നമ്മളിവിടെ വീണ്ടും എഴുതിയതാണ്. അപ്പോൾ നമുക്ക് വേവ് ഫോം വരയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ ഐ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ദെൻ ഇ ആർ എന്ന് പറയുന്ന വാല്യൂ ഐ എങ്ങനെയാണോ അതുപോലെ തന്നെ, പക്ഷേ ഇ എൽ എന്ന് പറയുന്നത് 30 ഡിഗ്രി പിറകോട്ട് മാറുന്നു. ദെൻ 86 ഡിഗ്രി പിന്നെയും പിറകോട്ട് മാറുന്നു ഇ എൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ വേവ് ഫോം ഈസ് ഓൾറെഡി ഡ്രോൺ. അത് വാല്യൂ കണ്ടുപിടിച്ചിട്ട് മാത്രമേ വേവ് ഫോം വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.